ഹുജിബത്തിൽ ജന്നത്തു ബിൽ മക്കാരിഹി, സ്വർഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചുറ്റപ്പെട്ടിരിക്കുന്നത് ബിൽ മക്കാരിഹി, ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെ കൊണ്ടാണ്. സുഖമായിട്ട് സ്വർഗത്തിൽ പോയ ആരും ലോകത്തില്ല. ബുദ്ധിമുട്ടിന്റെ, പ്രയാസത്തിന്റെ ചുറ്റളവാണ് സ്വർഗത്തിനുള്ളത്. ഒരു പ്രതിസന്ധി അങ്ങോട്ട് കടന്നെങ്കിലാണ് ആ സ്വർഗത്തിന്റെ ഉള്ളറയിലേക്ക് എത്താൻ പറ്റൂ. അതുകൊണ്ടാണല്ലോ ഖാദിസിയ യുദ്ധം നടക്കുമ്പോൾ രണ്ട് കൈയും രണ്ട് കാലും മുറിക്കപ്പെട്ട മനുഷ്യൻ, മനുഷ്യൻ ഇങ്ങനെ ചിരിക്കുന്നത് കാണുകയാണ്. രണ്ട് കൈ അല്ലാഹു കൊണ്ട മാർഗത്തിന് വേണ്ടി മുറിക്കപ്പെട്ടപ്പോൾ, രണ്ട് കാല് അല്ലാഹുവിന്റെ മാർഗത്തിന് വേണ്ടി മുറിക്കപ്പെട്ടപ്പോൾ, ആ മനുഷ്യൻ ഇങ്ങനെ ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോകാൻ, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോകാൻ, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോകാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യുമ്പോഴാണ് സുഖമുണ്ടാകുന്നത്. പ്രയാസഘട്ടങ്ങളെ തരണം ചെയ്യുമ്പോഴാണ് സുഖമുണ്ടാകുന്നത്. അവിടെയാണ് വിജയമുണ്ടാകുന്നത്. പാട്ടും പാടി വിജയിച്ചു എന്നൊക്കെ ചില ആളുകൾ പറയുമല്ലോ, അതല്ല, അതൊരു വിജയമല്ല, അതൊരു വിജയമല്ല. ഇഴഞ്ഞിട്ട് നടന്നിട്ട് ക്ഷീണിച്ചിട്ട് തളർന്നിട്ട് വെള്ളം കിട്ടാതെ തൊണ്ട വരണ്ടുണങ്ങിയിട്ട് അവസാനം കിട്ടുന്ന വിജയമുണ്ട്. ആ വിജയമാണ് വിജയം മക്കളെ. ഖാദിസിയ യുദ്ധത്തിന്റെ രണാങ്കണത്തില് രണ്ട് കൈ മുറിക്കപ്പെട്ടപ്പോ, രണ്ട് കാല് മുറിക്കപ്പെട്ടപ്പോ, ആ മനുഷ്യൻ ചിരിക്കുകയാണ്. യമാമ യുദ്ധത്തിന്റെ ചരിത്രം നിങ്ങൾക്കറിയുമോ? യമാമ യുദ്ധത്തിന്റെ ചരിത്രത്തിൽ ഒരു മനുഷ്യന്റെ വയറ് കുത്തിയിട്ട് കുടല് പുറത്തെടുത്ത് കാല് മുറിച്ചിട്ട് വലിച്ചെറിയപ്പെട്ടപ്പോ നടന്നു പോകുന്ന മനുഷ്യരോട് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ കടന്ന് വെട്ടേറ്റ മനുഷ്യൻ വിളിച്ചു പറയുന്നതെന്തെന്നറിയോ? ലുമ്മയിലയ്യ മിൻഹു, ആ കുടലിന്റെ ഭാഗമെടുത്തൊന്ന് വെച്ചു തരുവോ? ഒന്നുകൂടി ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിന് വേണ്ടി പരിശ്രമിക്കട്ടെ എന്നാണ്. അറ്റുപോയതിന്, മുറിഞ്ഞു പോയതിന് ഒന്ന് ചേർത്തു വെച്ച് തരുവോ? ഒന്നുകൂടി ഞാൻ പടച്ചവന്റെ മാർഗത്തിന് വേണ്ടി പ്രവർത്തിക്കട്ടെ എന്നാണ്. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഒരു കഷ്ടപ്പാടിന്റെ, ഒരു വിയർപ്പിന്റെ, ത്യാഗത്തിന്റെ കഥയില്ലാത്ത പാവപ്പെട്ട നമ്മള് ഒരു പനി വരുമ്പോ നിസ്കാരം മുടക്കുന്നില്ലേ? ഒരു പ്രയാസം വരുമ്പോ അല്ലാഹനെ മറക്കുന്നില്ലേ? ഉജിബത്തിൽ ജന്നത്തു ബിൽ മക്കാരിഹ്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവട്ടെ, അതിനെ തരണം ചെയ്യാൻ ഒരു വിശ്വാസി പഠിക്കട്ടെ. തളരാറെ ഉയർന്ന മനസ്സുമായിട്ട് സ്വർഗത്തിന്റെ മുകളിലൂടെ പാറി പറക്കാൻ ആ വിശ്വാസിക്ക് കഴിയട്ടെ. 30 വയസ്സുള്ള ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു, ഉമ്മാന്റെ ഒരേ ഒരു മോനാണ്, 30 വയസ്സാണ്. ഉമ്മാനോട് പറയുന്നു, ഉമ്മാ, ഇന്ന് മുസൈലിമത്തുൽ കദ്ദാബ് വിളിച്ചിട്ടുണ്ട്, ഉമ്മാ കള്ളപ്രവാചകരാണ്, ഞാൻ പ്രവാചകനല്ലെന്ന് പറയുന്ന ആരാണോ അവരെ മുഴുവനും തന്റെ മുമ്പിൽ വെച്ചിട്ട് പച്ചക്ക് കൊപ്പിയെരിയുന്ന കാലഘട്ടത്തില് ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു മുസൈലിമത്തുൽ കദ്ദാബിന്റെ മുമ്പിലേക്ക് പോവുകയാണ്. ഉമ്മാന്റെ കുട്ടി പോയി വാ മോനെ എന്ന് ഉമ്മ പറഞ്ഞു വിടുമ്പോ, ഉമ്മാന്റെ കവളത്ത് മുത്തം കൊടുത്തിട്ട് ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പോകുമ്പോ, എന്റെ മലബാറിന്റെ മക്കളെ, കാൽപന്ത് കളിയുടെ ഏറ്റവും വലിയ മനോഹാരിതയ്ക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുന്ന മക്കളെ, അതിനുവേണ്ടി കടിപിടി കൂടുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വിനോദങ്ങൾക്ക് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി, രാഷ്ട്രീയത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി എല്ലാം മറന്ന് ശരീരത്തെ പോലും ദഹിപ്പിക്കാൻ, ശരീരത്തെ പോലും നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പോകുന്നത് മുസൈലിമത്തുൽ കദ്ദാബ് വെട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്, കൈകാല് മുറിച്ചെടുക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. അല്ലാഹുവിന്റെ റസൂലിനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന പ്രിയപ്പെട്ടവരെ കടന്നു ചെല്ലുമ്പോ, ഞാൻ തളരില്ലെന്ന് കൂട്ടുകാരോട് പറഞ്ഞിട്ട്, ഞാൻ തോൽക്കില്ലെന്ന് ഉമ്മയോട് പറഞ്ഞിട്ട്, മാണിക്യമുത്തേ നബി മുഹമ്മദ് മുസ്തഫ പാടാനും പറയാനും മാത്രമല്ല ചെറുപ്പക്കാരാ, തക്ബീർ വിളിക്കാനും നബിദിനം ആഘോഷിക്കാനും മാത്രമല്ല പെങ്ങളെ, മങ്കൂസ് മൗലിദ് ഓതാനും മാത്രമല്ല പെങ്ങളെ, ഹൃദയാന്തരത്തിന്റെ ഉള്ളറയിൽ ഈമാനിന്റെ പ്രഭ ആൺകുട്ടികളെ പോലെ ഉറക്കെ പറയാ, ഞരമ്പുകളിലൂടെ പ്രവാചക പ്രേമത്തിന്റെ അഗ്നി കത്തിപ്പടരാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കഴിയണം. അതാണ് മഹാനായ ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹു കടന്നു ചെല്ലുന്നതല്ലാ. മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകരുടെ മുമ്പിലെത്തുമ്പോ, ഞാൻ പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ, ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇല്ല. പ്രവാചകരാരെന്നറിയുമോ?
എന്റെ മുത്തായ സത്തായ കരളായ കൽബായ ജീവന്റെ ജീവനായ ത്വാഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പറയുമ്പോ ആ പ്രിയപ്പെട്ട ഹബീബിന് സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈകാലുകൾ വെട്ടുകയാണ് മക്കളെ. കൈവെട്ടി എരിയുന്നു, കാല് വെട്ടി എരിയുന്നു, ശരീര സകലങ്ങളും മുഴുവനും ഓരോ കഷണങ്ങളായി കൊത്തിവലിച്ച് കഴുകന്മാർക്ക് തിന്നാനിട്ട് കൊടുക്കുന്ന കാട്ടാളനായ മുസൈലിമത്തുൽ കദ്ദാബിന്റെ മുമ്പിൽ ഒരൽപ്പം പോലും തളരാതെ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്നുറക്കെ പറഞ്ഞുകൊണ്ട് ഈമാനിന്റെ പ്രഭയായി മാറിയ ആ മഹാനായ ചെറുപ്പക്കാരന്റെ പിന്തലമുറക്കാരായ മലബാറിന്റെ മക്കളെ, ഒരു പനി വരുമ്പോ തളരാൻ പറ്റോ? ഒരു വേദന വരുമ്പോ തളരാൻ പറ്റോ? ഒരു പ്രയാസം വരുമ്പോ മുത്ത റസൂലിനെ ഒഴിവാക്കാൻ പറ്റോ? ഒരസുഖം വരുമ്പോ ഇനി നിസ്കാരമില്ല, ഇനി നോമ്പില്ല എന്ന് പറയാൻ പറ്റോ? ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു 30 വർഷം സുഖമില്ലാതെ കിടന്നയാളാണ്. ഒന്നും രണ്ടും അല്ല, 30 വർഷം. ഞാനിപ്പോ ഈ കാസർഗോഡ് വഫാത്തായ സമസ്ത മുശാവറ മെമ്പറായിരുന്ന മാഹീൻ ഷെയ്ഖുന മാഹീൻ ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. വഫാത്തിന്റെ അന്ന് അവിടുത്തെ വീട്ടിൽ ഞാൻ പോയി. അവിടുത്തെ വീടിന്റെ മുകളിലത്തെ നിലയിൽ അവിടുത്തെ പ്രിയപ്പെട്ട ബന്ധുക്കൾ എന്നെ കയറ്റി. ഒരു കുത്തുബ്ഖാന തോറ്റുപോകുന്ന പുസ്തകശാല. സുബ്ഹാനല്ലാഹ്, എത്ര കിതാബുകളാണ്! അദ്ദേഹം 3 കിതാബുകൾ രചിച്ചിട്ടുണ്ട് നിലവില്. എത്ര കിതാബുകളാണ്! സുഖമില്ലാതെ കിടന്ന സമയത്ത് പോലും തളരാതെ ദർസ് നടത്തിയ പ്രിയപ്പെട്ടവര്. ഇപ്പൊ സമസ്തയുടെ മുശാവറ മെമ്പറായി മെമ്പർമാരുടെ കൂട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട ഗഫൂർ ഉസ്താദ്, ഗഫൂർ അൻവരി ഉസ്താദ്, അബ്ദുൽ ഗഫൂർ അൻവരി ഉസ്താദ്, കോടങ്ങാട് ദർസ് നടത്തുന്ന പ്രിയപ്പെട്ടവര്. ഷെയ്ഖുന കാപ്പിൽ ഉമർ ഉസ്താദിന്റെ ശിഷ്യനാണ്. അല്ലാഹു തആല സമസ്തക്കു വേണ്ടി ഇഖ്ലാസോടെ പോരാടുന്നവരുടെ ഒന്നാമത്തെ നിരയിലേക്ക് ആ ശിഷ്യനെ എത്തിച്ചിരിക്കുകയാണ്. ആ കോളേജിൽ കുറച്ചു കാലമെങ്കിലും ഉസ്താദിന്റെ കീഴിൽ പഠിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു അഭിമാനമുണ്ട്. ഷെയ്ഖുന കാപ്പിൽ ഉമർ ഉസ്താദിന്റെ ശിഷ്യനെ മുശാവറ മെമ്പറായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. എത്ര നല്ല മാണിക്കക്കല്ല് പോലുള്ള മക്കളെ പഠിപ്പിച്ചെടുക്കുന്ന കോടങ്ങാട് ദർസ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാപ്പിൽ ഉമർ ഉസ്താദ് രോഗശയ്യയിൽ സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത്, പ്രയാസങ്ങളുള്ള സമയത്ത് കുറെ കാലം ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്തില്ല. ഇനി മതി എന്ന് പറഞ്ഞില്ല, ഇനി മതി എന്ന് പറഞ്ഞില്ല. ആ കിടപ്പിലേക്ക്, കിടക്കയുടെ അരികിലേക്ക് മുതഅല്ലിമീങ്ങളെ ക്ഷണിച്ചിട്ട് കിതാബ് ഓതി കൊടുത്തിട്ടുണ്ട്. അള്ളാഹു ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. ഉസ്താദിന്റെ പൊരുത്തം നമുക്ക് തരട്ടെ. കാളാവ് സയ്യിദ് അലി ഉസ്താദ് അവറുകൾ അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. ക്ഷീണവും പ്രയാസവും വകവെക്കാത്ത മജ്ലിസുകൾ. ഞാൻ തങ്ങളും കൂടി അവിടെ പോയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മോള് ജനിക്കുന്ന സമയത്ത് മോളെ കാര്യങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ എന്നോട് പറഞ്ഞു, മോളെ പേരൊക്കെ പറഞ്ഞു തന്ന പ്രിയപ്പെട്ടവരാണ്. അല്ലാഹു തആല അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവിടുത്തെ പേരിലുള്ള സ്ഥാപനത്തിന് അൻവാറുൽ ഹുദ എന്ന സ്ഥാപനം കൂടിയാണ് ഈ സ്ഥാപനത്തെ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ വലിയ കണക്ഷനാണ്. അഹ്ലുബൈത്തും സൂഫിയാക്കളും തമ്മിലുള്ള വലിയ കണക്ഷൻ ഈ സ്ഥാപനത്തിനുണ്ട്. അല്ലാഹുവേ, ഇവിടെ വന്ന് വാദു പറഞ്ഞ എൻ്റെ ബർക്കത്തുകൊണ്ട് എല്ലാ ശർറു സിഹ്ർ ഐനും ഈ പാപിയുടെ ശരീരത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് മാറ്റണേ റബ്ബേ. ഇവിടെ വന്ന മുഴുവൻ ആളുകൾക്കും നീ ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കല്ല. പാവങ്ങളാണ്, ഒരുപാട് വേദനകൾ വിഷമങ്ങളുണ്ട്, ഒക്കെ നീ മാറ്റി കൊടുക്ക റബ്ബേ. അതുകൊണ്ട് വേദനിക്കണ്ട. ഖലമുൽ ഖലാഇ ജറാ ബികുല്ലി മുകവ്വനി യാ സാഹിബൽ അഹ്സാനി മാദാ തഹ്സനൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രേഖപ്പെടുത്തിയ പേന മടക്കി വെച്ചിട്ടുണ്ട് മക്കളെ. അതുകൊണ്ട് ഇനി എന്തെങ്കിലും ഒരു ദുഃഖം വരുമ്പോ നിങ്ങൾ ദുഃഖിച്ചിരിക്കേണ്ട കാര്യമില്ല, തലയിട്ട് ചുവരിലിടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടൊരു പ്രയാസം വരുമ്പോഴത്തേക്ക് ഞരമ്പ് മുറിക്കേണ്ട കാര്യമില്ല. എക്സാമിന് മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ തലയിടിച്ച് ചാകേണ്ട അവസ്ഥയില്ല. യാ സാഹിബൽ അഹ്സാനി മാദാ തഹ്സനൂ. അല്ലയോ ദുഃഖിച്ചിരിക്കുന്നവരെ, എന്തു വന്നാലും പ്രയാസം കൊണ്ട് തലയിണയിലേക്ക് മുഖം മൂടിപ്പോകുന്നവരെ, നിങ്ങൾ എന്തിനാണ് ദുഃഖിക്കുന്നത്? ഖലമുൽ ഖലാഇ ജറാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധി എന്ന പേന കൊണ്ട് രേഖപ്പെടുത്തിയതൊക്കെ കഴിഞ്ഞു, അത് മാറ്റി തിരുത്തൂല. അതുകൊണ്ട് വരുന്നത് വരട്ടെ.
എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണമെന്ന് തീരുമാനിച്ച് സ്തുതിപാടുന്ന നാവുകളുമായിട്ട് സടകുടം നെടുന്നേക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കഴിയട്ടെ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഈമാനും ക്ഷമയുമെന്ന് പറയുന്നത്, ഈമാനും സഹനവുമെന്ന് പറയുന്നത് ശരീരം പോലെയാണ്. ലാ ജസദ ഇല്ലാ ഫീ റഅസിഹി, തലയില്ലാതെ ശരീരമില്ല, തലയും ശരീരവും പോലെയാണ് ഈമാനും ക്ഷമയുമെന്ന് പറയുന്നത്. ക്ഷമിക്കാൻ കഴിയാത്ത പെണ്ണ് മഫ്തയിട്ട് മക്കനയിട്ട് ദിക്റ് ചൊല്ലി ഭയങ്കര ഈമാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ക്ഷമയുണ്ടെങ്കിലേ അവൾക്ക് ഈമാനുള്ളൂ, ക്ഷമയുണ്ടെങ്കിലേ ഈമാനുള്ളൂ, ഈമാനുണ്ടെങ്കിലേ ക്ഷമയുള്ളൂ. ശരീരം പോലെയാണ്, തലയും ഉടലും പോലെയാണ്. തലയുണ്ടെങ്കിലേ ഉടലുള്ളൂ, ഉടലുണ്ടെങ്കിലേ തലയുള്ളൂ. അതുകൊണ്ട് എന്ത് പ്രയാസം വന്നാലും സഹിക്കാൻ പറ്റണം, എന്ത് പ്രതിസന്ധി വന്നാലും സഹിക്കാൻ പറ്റണം. ഈ കാലഘട്ടത്തിൽ അത് വീണ്ടും വീണ്ടും എടുത്തു പറയാനുള്ള കാരണം, ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പ്രിയപ്പെട്ട സഹോദരി, അവരുടെ ഭർത്താവ് സ്നേഹസാഗരത്തിൽ വന്നിരുന്നു. മകൾക്ക് ക്യാൻസറാണ്, മകളെ കൊണ്ടുവന്നില്ല, മകൾ RCCയിലാണ്. മകള് +2 കഴിഞ്ഞ മോളാണ്. ഒരുപാട് പഠനത്തിൽ നിലവാരമുള്ള, ബുദ്ധിയുള്ള, കഴിവുള്ള, ക്ലാസ്സിലെല്ലാ വിഷയത്തിലും നമ്പർ 1 ആയ പ്രിയപ്പെട്ട മോളാണ്. ആ മോക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രാത്രി തലവേദന വരിക, ഉറങ്ങാൻ കിടക്കുമ്പോൾ തലവേദന വരിക. കുറേ ദിവസം വന്നു, വിക്സ് പുരട്ടി, ആവി പിടിച്ചു, മരുന്ന് കഴിച്ചു, മെഡിസിനൊക്കെ വാങ്ങി കഴിച്ചു, ആയുർവേദ മരുന്ന് കഴിച്ചു, അങ്ങനെ പല മരുന്നുകൾ പല കാലഘട്ടങ്ങളിലായി കഴിച്ചു. അവസാനം എന്നാലൊന്ന് ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചു. തലവേദന മൂർച്ഛിച്ച് വന്നു. പിന്നെ ടെസ്റ്റ് നടത്തുമ്പോൾ പെട്ടെന്നുണ്ടായത് എന്താണ്, തലയ്ക്കകത്ത് എവിടെയോ ഒരു ചെറിയ മുഴ. അത് ടെസ്റ്റ് ചെയ്തു, റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ക്യാൻസർ ആണെന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് ചികിത്സ തുടങ്ങി. പിന്നെ ശരീരത്തിൻ്റെ പല ഭാഗത്തും ക്യാൻസറിൻ്റെ അണുക്കളായി, മുടി കൊഴിഞ്ഞു. 6 മാസം കൊണ്ട് സുന്ദരിയായ ബുദ്ധിമതിയായ മോള് മെലിഞ്ഞുണങ്ങി വിറക് കൊള്ളി പോലെയായി. ആ മോളെ ഫോട്ടോയൊക്കെ കൊണ്ടുവന്ന് സ്നേഹസാഗരത്തിൽ വന്നിരുന്ന് കരഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞു പോയ ആ ഉമ്മയുടെയും വാപ്പയുടെയും ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും തീർന്നു എന്നാണ് അവരെ വർത്തമാനത്തിലൂടെ പറഞ്ഞത്. ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷമില്ല, ആകെയുള്ളൊരു മോളല്ലേ, ആകെ ഒരു മോളേ ഉള്ളൂ. 6 വർഷം കാത്തിരുന്നിട്ട് അള്ള കൊടുത്ത ആ മോള് ഇന്നിങ്ങനെ ഒരു അവസ്ഥയിൽ. മോൾ ആദ്യത്തെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ 6 മാസത്തിന് മുമ്പുള്ള ഫോട്ടോയാണ്. 6 മാസത്തിന് മുമ്പുള്ള ഫോട്ടോ, 6 മാസത്തിന് ശേഷമുള്ള ഫോട്ടോ. റഹ്മാനായ പടച്ചോനെ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അവർക്ക് അത്ര ഈമാനുണ്ടെങ്കിലേ പിടിച്ചേക്കാൻ പറ്റൂ, അത്ര ഈമാനുണ്ടെങ്കിലേ. ആ സംസാരത്തിനിടയിൽ ആ ഉമ്മ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ വാദവും പ്രസംഗവും ഉസ്താദുമാരെ ക്ലാസ്സും ഒന്നും കേട്ട് ഈമാനും സ്വലാഹിയത്തും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ മരിച്ചു പോനെ ഉസ്താദെ. അത്രയ്ക്കൊരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ സന്തോഷവും മരിച്ച സമയം. ഇനി ഒന്നുമില്ല അവർക്ക്, ജീവിതത്തിലാകെ പ്രതീക്ഷയായിരുന്ന, സന്തോഷമായിരുന്ന മോളാണ്. അപ്പൊ അതുകൊണ്ട് ഈ വിഷയം വളരെ ഉപകാരപ്രദമാണ് ഈ കാലഘട്ടത്തിൽ. നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകുടുംബാദികൾക്കെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ക്ഷമയുടെ പാഠങ്ങൾ. തളരാൻ പാടില്ല. അല്ലാഹു തആല സുഖം തന്നാൽ ഒരിക്കലും തളരാൻ പാടില്ല. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ തങ്ങളൊക്കെ എത്ര സ്ഥലത്ത് പോകുമ്പോൾ എത്ര ആളുകളെ കാണാം. തങ്ങളുടെ ഡ്രൈവറായ സാപ്പുൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചില സ്ഥലത്ത് ഉദ്ഘാടനത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ പരിപാടിക്ക് പോകുമ്പോൾ ഇന്ന വീട്ടിലൊന്ന് ദുആ ചെയ്യാൻ കയറിയാൽ അവിടുത്തെ സാഹചര്യം, അവിടുത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്, താങ്ങാൻ പറ്റൂല. സ്നേഹസാഗരത്തിൽ ഇപ്പോൾ ഒരു ഉപ്പ വന്നിട്ടുണ്ട്, ഒരു മകൻ മാത്രമേ ഉള്ളൂ, മകൻ മരിച്ചുപോയി. ആ മകൻ മരണപ്പെട്ടു പോയപ്പോൾ വാടക വീട്ടിൽ ഒറ്റയ്ക്കായി പോകുന്ന കണ്ട് അവിടുത്തെ 3 പാർട്ടിയുടെ മെമ്പർമാർ ഒരുമിച്ച് ആ ഉപ്പയെ സ്നേഹസാഗരത്തിൽ കൊണ്ടുവന്നു. ആ ഉപ്പ എന്നോട് പറയുന്നത് എന്താണെന്നറിയോ, എൻ്റെ ജീവൻ കൊടുക്കാം, എന്നെ മോനെ ജീവിപ്പിച്ചിട്ട് എന്നെ മരിപ്പിക്കാൻ പറയും. ഇതെന്നെ പറച്ചിലാണ്, കരഞ്ഞുകൊണ്ടിരിക്കാൻ എപ്പോഴും മോന് വേണ്ടിയിട്ട് പറച്ചില്, മോൻ്റെ കാര്യം. അവൻ എൻ്റെ മലവുമൂത്രം എടുത്തിട്ടുണ്ട് ഉസ്താദെ, എന്നെ കഴുകിയിട്ടുണ്ട് ഉസ്താദെ, എന്നെ കുളിപ്പിച്ചിട്ടുണ്ട് ഉസ്താദെ, എന്നെ നോക്കിയിട്ടുണ്ട് ഉസ്താദെ, അവനുണ്ടെങ്കിൽ ഞാൻ വരേണ്ടി വരില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു വക്കത്തും മുടക്കാത്ത പ്രിയപ്പെട്ട ഉപ്പ. ജീവിതത്തിൽ ഏത് സമയത്താണ് ഒരു പ്രതിസന്ധി വരുന്നതെന്ന് പറയാൻ പറ്റൂല. വന്നാൽ അള്ളാഹു കാക്കട്ടെ. പക്ഷെ നമ്മുടെ ഈമാൻ പരിശോധിക്കാനെങ്കിലും അള്ളാഹു ഒരു ചെറിയ തട്ടോ മുട്ടോ തന്നാൽ അവിടെ നമ്മൾ പതറിപ്പോകരുത്. അവിടെ എഴുന്നേറ്റ് നിൽക്കാൻ, അവിടെ ഈമാനോടെ നിൽക്കാൻ നമുക്ക് കഴിയണം. മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹയെ കണ്ടപ്പോൾ ആ മഹദിയോട് ചോദിക്കുകയാണ്, ആ മഹദിയോട് പറയുകയാണ്,
റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തി എനിക്ക് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹുവിന്റെ തൃപ്തി എനിക്ക് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിന്റെ തൃപ്തി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ദുആ ചെയ്താൽ മാത്രം പോരാ, അങ്ങോട്ട് തൃപ്തിപ്പെട്ടെങ്കിലാണ് ഇങ്ങോട്ട് തൃപ്തിപ്പെടുള്ളൂ. അള്ളാഹു തന്നതിലൊക്കെ നിങ്ങൾ തൃപ്തിപ്പെട്ടെങ്കിലാണ് അങ്ങോട്ട് അള്ളാഹുവിന്റെ തൃപ്തി നിങ്ങൾ കൊടുത്തെങ്കിലാണ് പടച്ചോന്റെ തൃപ്തി തരിക. ഒരു അസുഖം വരുമ്പോ പടച്ചോനെ കുറ്റപ്പെടുത്തുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് അള്ളാഹിന്റെ തൃപ്തി വരുന്നത്? അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുത്ത റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലാൻ പറഞ്ഞത്, റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യാ. ഹദ്ദാദ് ഓതുന്നവർക്ക് പരിചയമുള്ള, ഹദ്ദാദ് നിരന്തരം ഓതുന്നവർക്ക് പരിചയമുള്ള ദിക്റാണ് റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യാ. എന്തു വന്നാലും, ഏത് പ്രതിസന്ധി വന്നാലും, ഏത് പരീക്ഷണം വന്നാലും, ഏത് സങ്കടം വന്നാലും, ഞാൻ അതിനെ പൊരുത്തപ്പെട്ടുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവനാണ് റബ്ബേ. ഒരു സെക്കൻഡ് പോലും ഞാൻ പതറൂല അല്ലാ. 30 വർഷത്തോളം സുഖമില്ലാതെ ഒരേ കിടപ്പ് കിടന്ന ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ കുറിച്ച് മഹാന്മാര് പറയുന്നത്, അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് അദ്ദേഹത്തെ മുസാഫഹത്ത് ചെയ്തു മടങ്ങി പോകുമായിരുന്നു എന്നാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് മുസാഫഹത്ത് ചെയ്യുമായിരുന്നു എന്നാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് മുസാഫഹത്ത് ചെയ്യുമായിരുന്നു എന്നാണ്. 30 വർഷം ഒരു മനുഷ്യൻ അങ്ങനെ രോഗിയായി കിടന്നു. സഹനത്തിന്റെ വലിയ പർവ്വതം താണ്ടാൻ ആ മനുഷ്യന് കഴിഞ്ഞു. ഇബാദത്ത് മുടക്കാത്ത വിശ്വാസിയായിട്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ മാറി. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു ചെറിയ തലവേദന പോലും സഹിക്കാനാകാറ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ നിന്ന് പിന്തിരിയുന്ന ഞാനും നിങ്ങൾ ഇത് പഠിക്കണ്ടേ മോനെ. ഏറ്റവും വലിയ ഈമാനിന്റെ പവർ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ചെറുപ്പക്കാരാ. ഒരു സ്ഥലത്ത് നമ്മൾ തോറ്റുപോകാൻ പാടില്ല, ഒരു സ്ഥലത്ത് നമ്മൾ പരാജയപ്പെട്ടു പോകാൻ പാടില്ല. ലോകത്തിന്റെ തിരുനിലാവ് തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സഹനത്തിന്റെ എല്ലാ പാഠങ്ങളും പഠിപ്പിച്ചിട്ടാണ് നുബുവത്ത് കൊടുത്തത്. സഹനത്തിന്റെ എല്ലാ പാഠങ്ങളും പഠിപ്പിച്ചിട്ടാണ് നുബുവത്ത് കൊടുത്തത്. ആദ്യം തന്നെ വാപ്പ മരണപ്പെട്ടു. അത് തന്നെ വാപ്പ മരണപ്പെട്ടു. ഉപ്പയില്ലാതെന്റെ മുത്ത് അന്ന് വളർന്നല്ലോ, ഇപ്പോഴും മാരങ്ങമോർത്ത് ഉള്ളു പിടഞ്ഞല്ലോ. ഉമ്മയും വേഗം പിരിഞ്ഞു, നന്മയിൽ തനിയെ തിരിഞ്ഞു. യാ റസൂലേ, യാ റസൂലേ, ഞാനിതാ വന്നു. കുഞ്ഞു ബൈത്തും പാട്ടുമെല്ലാം ഹദിയ നൽകുന്നു. ഒന്നും തരാനില്ല നബിയേ, ഈ പാട്ടും ബൈത്തും ഒക്കെ ഉള്ളൂ ഞങ്ങളുടെ കയ്യില്. സഹനത്തിന്റെ ആദ്യ പാഠം ഉപ്പയില്ലാതെ ജനിച്ചാൽ തന്നെ കിട്ടിയില്ലേ?